നിർമ്മലിന്റെയും സുശീലയുടെയും ലിറ്റിൽ ചോക്ക നാട്ടിലെ ഒരു ഫേമസ് ആയ ഡിഷായിരുന്നു. നിർമ്മലിന് നല്ല പ്രായമുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 25 വർഷങ്ങളായി ഒരേ സ്ഥലത്തിൽ തന്നെ ഇരുന്ന് ലിറ്റി ചോക്ക വിറ്റുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുശീലയും അദ്ദേഹത്തിന് ഡാബയിൽ സഹായിച്ചുകൊണ്ടിരിക്കും. അതേ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ മാസത്തെ കണക്ക് എനിക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ല. 1000 രൂപയുടെ കുറവുണ്ട്. അയ്യോ, അതെങ്ങനെ? ശരി, ഞാൻ നോക്കാം. പറയൂ, നിങ്ങൾക്ക് എന്ത് വേണം? അങ്കിൾ, 10 ലിറ്റി പാക്ക് ചെയ്യൂ. സുശീലേ, നീ 10 ലിറ്റി പാക്ക് ചെയ്യേ. നന്നായി നെയ്യ് ഒഴിക്കണേ. അങ്കിൾ, അത് താങ്കളുടെ വൈഫാണോ? നിങ്ങൾ രണ്ടുപേരുമാണോ ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്? അതെ മോനെ. നിങ്ങളുടെ ഒപ്പം സഹായത്തിന് ആരെങ്കിലും വെച്ചുകൂടെ? ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ ജോലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ ആരുടെ സഹായവും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഈ ഡാബയ്ക്ക് അധികമാണ്. കൊള്ളാം കൊള്ളാം. എല്ലാവർക്കും നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അയാൾ മീഡിയയിൽ നിന്നും വന്നതാണ്. അയാൾ തന്റെ ന്യൂസ് ചാനലിൽ ജീവിതകഥ എന്ന സെഷനിൽ നിർമ്മലിന്റെയും സുശീലയുടെയും കഥ സംരക്ഷണം ചെയ്തു. നിർമ്മലിനെയും സുശീലയെയും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകാനും തുടങ്ങി. ഒരുപാട് ആൾക്കാർ അവരുടെ ലിറ്റി ചോക്ക ഡാബയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും അവരുടെ ആശംസകൾ പറഞ്ഞു. സുശീലേ, കണ്ടോ ജനങ്ങൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നെന്ന്? എത്ര വർഷമായി നമ്മൾ ഒരുമിച്ചാണ്. എല്ലാവരും ഇത് കണ്ട് സന്തോഷപ്പെടുന്നുണ്ട്. നല്ല കാര്യം. ഇതേപോലെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ ദൈവകൃപ കൊണ്ടാ നടന്നത്. ഞാൻ കൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് പോകുക. ഞാൻ പ്രസാദം കൊണ്ടുവന്ന് എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നതുകൊണ്ട് ആ ദൈവത്തിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അടുത്ത ജന്മവും നിന്നെ പോലൊരു ഭാര്യയെ കിട്ടണമെന്ന്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നാറുള്ളത്. നിനക്ക് ഒരുപാട് നന്ദി. ഞാൻ എടുത്തു വെക്കുന്ന എല്ലാ സ്റ്റെപ്പിലും നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളോടും നന്ദി. ശരി, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. വേഗം തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള തൈര് വടയും ഉണ്ടാക്കിത്തരാം. പോയിട്ട് വാ. അതിനുള്ളിൽ ഞാൻ ഡാബ ഓപ്പൺ ചെയ്യാം. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. സുശീല ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നിർമ്മൽ അദ്ദേഹത്തിന്റെ ഡാബയും തുറന്നു. വൈകുന്നേരവുമായിരിക്കുന്നു. എന്നാൽ സുശീല തിരിച്ചു വന്നതേയില്ല. നിർമ്മൽ ഒരുപാട് പേടിക്കാൻ തുടങ്ങി. ഒരുപാട് ലേറ്റായല്ലോ. ഈ സമയം കൊണ്ട് എന്റെ ഭാര്യ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വരേണ്ടതാണല്ലോ. ഇതുവരെ വന്നില്ലല്ലോ. ഇവൾ എവിടെ പോയതായിരിക്കും? ഒന്ന് പോയി അന്വേഷിക്കാം. നിർമ്മൽ എല്ലാ സ്ഥലത്തും പോയി അടുത്തുള്ള കടകളിലെല്ലാം സുശീലയെ അന്വേഷിച്ചു. എന്നാൽ അവിടെയുള്ള ആർക്കും സുശീലയെക്കുറിച്ച് അറിയുകയില്ലായിരുന്നു. ഇപ്പോൾ രാത്രിയായല്ലോ. ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അദ്ദേഹം ഒരുപാട് പേടിച്ചു പോയി പോലീസ് സ്റ്റേഷനിലേക്കും പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം വഴിയിൽ ഋഷഭിനെ കണ്ടത്. ഋഷഭ് അവരുടെ ഏരിയയിലുള്ള ഒരു പയ്യനായിരുന്നു. നിർമ്മലങ്കൾ, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? താങ്കൾ എന്തിനാ വിഷമിക്കുന്നത്? നോക്കുമോനെ, സുശീല ആന്റി രാവിലെ കൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. ഇപ്പോഴും തിരിച്ചു വന്നില്ല. അവളെ കാണാത്തത് കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക. വരൂ, ഞാനും വരാം. ഈ രാത്രിയിൽ താങ്കൾ തനിച്ചു പോകുന്നത് ശരിയല്ല. നിർമ്മലും ഋഷഭും പോലീസ് സ്റ്റേഷനിലേക്കും പോയി. നിർമ്മൽ അദ്ദേഹത്തിന്റെ കംപ്ലൈന്റും എഴുതി. താങ്കളുടെ ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട്? അവർ അവസാനമായി എന്തു വസ്ത്രമാണ് ഇട്ടിരുന്നത്? സാർ, വയസ്സ് ഏകദേശം 60 കാണും. അവൾ മഞ്ഞ കളറ് സാരിയാണ് ധരിച്ചിരുന്നത്. അപ്പോഴാണ് പോലീസ് ടേബിൾ ഡ്രോയറിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അത് നിർമ്മലിനെ കാണിച്ചത്. ഇതാണോ നിങ്ങളുടെ ഭാര്യ? ഇത് തന്നെ. ഇവളുടെ ഫോട്ടോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ? നിർമ്മലും ഋഷഭും ഒരുപാട് പേടിച്ചു പോയി. ഇവർക്ക് രാവിലെ കൃഷ്ണന്റെ ക്ഷേത്രത്തിന്റെ മുൻപിൽ വെച്ച് ആക്സിഡന്റ് ആയി. ഇവരാരാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. എന്നാൽ ഞങ്ങൾക്ക് കണ്ടെത്താനേ പറ്റിയില്ല. പിന്നെയാണ് മനസ്സിലായത് നിർമ്മൽ ലിറ്റി ഡാബയിലെ അതിന്റെ ഓണറിന്റെ ഭാര്യയാണെന്ന്. ചിലരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞു വെച്ചു. എന്നാൽ അവിടെ നിങ്ങൾ ഇല്ലായിരുന്നു. ഞാൻ അവളെ അന്വേഷിച്ചു പോയിരുന്നു. ഫോണ് വീട്ടിൽ തന്നെ വെച്ചു. സാർ, സുശീലയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ. അവൾ ഏത് ഹോസ്പിറ്റലിലാ? എനിക്ക് അവളെ കാണണം. സാർ, ഇവിടെ നോക്കൂ. ഇത് താങ്കളെ അറിയിക്കാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. താങ്കളുടെ ഭാര്യ ഇപ്പോൾ ജീവനോടെ ഇല്ല. അവർ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു.
ഈ കാര്യം കേട്ടതും നിർമ്മലിന്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായി. അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം നിന്നുപോയി. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായതേയില്ല. അദ്ദേഹം ഒരു വിറയലോടെ താഴേക്കും വീഴാൻ പോയി. ഭാഗ്യമെന്ന നിലയിൽ ഋഷഭ് അദ്ദേഹത്തെ പിടിച്ചു. അയ്യോ നിർമ്മലെങ്കിൽ നിങ്ങൾക്ക് എന്തു പറ്റി? ഓനെ സുശീല ഇങ്ങനെ സംഭവിച്ചല്ലോ. ഞാൻ ഇനി എന്തു ചെയ്യും? സുശീല എന്നെ തനിച്ചാക്കി പോയല്ലോ. അവൾ എന്തിനാ പോയത്? അവളെ വിട്ട് ഞാൻ എങ്ങനെ? പാവം നിർമ്മൽ അവിടെ കരഞ്ഞുകൊണ്ടേ നിന്നു. ഋഷഭ് അദ്ദേഹത്തെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ ഒരിടത്തും ഇരുത്തി. പിന്നെ അവൻ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഫോർമാലിറ്റീസും തീർക്കാൻ വേണ്ടി പോയി. അതിനുശേഷം അവൻ നിർമ്മലിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. അതുപോലെ സുശീലയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. 1 മാസം ഇങ്ങനെ തന്നെ കടന്നുപോയി. നിർമ്മൽ അദ്ദേഹത്തിന്റെ ഡാബയിൽ തനിയെ ഇരിക്കുകയായിരുന്നു. അങ്കിൾ, സുഖമാണോ? താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് എന്ത് സുഖമാണ് മോനെ. എനിക്കായി ഇനി ആരുണ്ട്? ഞാനിപ്പോൾ ഈ കട വിൽക്കാൻ പോകുക. ഈ കടയിലിരിക്കുമ്പോൾ എനിക്ക് സുശീലയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് സുശീലയുടെ അടുത്തേക്ക് പോകണം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിർമ്മലിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. ഋഷഭ് നിർമ്മലിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്കിൾ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഈ ലിറ്റി ചോക്കോ ഡാബ ഈ നാടിന്റെ അന്തസ്സാണ്. എത്ര ഓർമ്മകൾ ഇവിടെയുണ്ട്. ഇത് വിൽക്കണ്ട. ഞാനിവിടെ ഇല്ലേ? എനിക്കും ഇവിടെ ആരും തന്നെ ഇല്ല. എനിക്ക് താങ്കളൊരു അച്ഛനെ പോലെയാണ്. താങ്കളെ ഞാൻ സഹായിക്കാം. അന്നു മുതൽ ദിവസവും ഋഷഭ് നിർമ്മലിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഡാബയിലേക്ക് പോയി. ഋഷഭ് പതുക്കെ നിർമ്മൽ റിക്കവർ ആകാൻ വേണ്ടി സഹായിച്ചു. അങ്കിൾ, താങ്കൾ വിഷമിക്കണ്ട. ഈ ഡാബ എപ്പോഴും ഇങ്ങനെ തന്നെ പോകും. ഈ ലോകം താങ്കളുടെയും സുശീലാന്റിയുടെയും സ്നേഹം മറക്കുകയേയില്ല. താങ്കളുടെ സ്നേഹം ഇവിടെ തന്നെ നിലനിൽക്കും. ഞാൻ താങ്കൾക്ക് വാക്ക് തരികയാണ്. ഋഷഭ്, സുശീലയ്ക്ക് ശേഷം നീ എനിക്ക് വേണ്ടി വന്നു. ഈ ലോകത്തിൽ ഇപ്പോൾ നീയാണ് എനിക്കൊരു തുണ. ഒരുപാട് നന്ദി മോനെ. നിന്റെ ഈ സഹായം ഞാൻ മറക്കുകയേയില്ല. ഋഷഭും നിർമ്മലും ഒത്തുചേർന്ന് ഡാബ മുൻപോട്ട് നടത്തി. 4 വർഷങ്ങൾക്ക് ശേഷം നിർമ്മലും മരിച്ചുപോയി. അതുകൊണ്ട് ഋഷഭ് ഇപ്പോൾ ആ ഡാബ തനിയെ നടത്തിപ്പോയിരുന്നു. പിന്നെ അവിടെ വരുന്ന എല്ലാവരോടും നിർമ്മലിന്റെയും സുശീലയുടെയും കഥ പറയുമായിരുന്നു. ഈ ഡാബ അവരുടെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് മുൻപോട്ട് പോകുന്നതെന്ന് അവൻ എല്ലാവരോടും പറയും. നിർമ്മലിന്റെയും സുശീലയുടെയും ഡാബ വളരെ നന്നായി തന്നെ മുൻപോട്ട് പോയി. അങ്ങനെ അത് ആ ദേശം മുഴുവനും ഫേമസ് ആയി. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ച് ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനല്ല ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേ ഇല്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു.
പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ ആ എനിക്കറിയാം, പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടത്തും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനല്ല ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്.
എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഒരു ഗ്രാമത്തിൽ കുസുംലത എന്നു പേരുള്ള ഒരു വയസ്സായ വിധവ സ്ത്രീ ഉണ്ടായിരുന്നു. കുസുംലതയ്ക്ക് ഒരേ ഒരു മകനാണ്. അവൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിറ്റിയിലേക്ക് ചെന്ന് സെറ്റിലായി. കുസുംലത ഗ്രാമത്തെ ലിറ്റി ചൊക്ക വ്യാപാരം ചെയ്ത് തന്റെ ജീവിതം നടത്തി വന്നു. ഒരു ദിവസം കുസുംലത തന്റെ കടയിൽ ലിറ്റി ചൊക്ക വിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള ഒരാൾ പ്രേം പാൽ അവിടേക്ക് വന്നത്. എങ്ങനെയുണ്ടോ അമ്മേ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിരിക്കുന്നു. ഞാൻ ഇപ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന ലിറ്റി ചുക്ക വളരെ കുറവായിട്ടാണല്ലോ വെക്കുന്നത്. മുൻപത്തേക്കാൾ വ്യാപാരം വളരെ കുറവാണ്. പക്ഷെ മതിയായ അളവിനുള്ള വ്യാപാരമുണ്ട്. അതുകൊണ്ടാണ് എന്റെ വീട്ടിലെ അടുപ്പും എരിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഒറ്റ ഒരു മകനുണ്ടായിരുന്നു. അവന് നിങ്ങളെ വിട്ടിട്ട് അവൻ സിറ്റിയിലേക്ക് പോയി. പിന്നെ നിങ്ങൾ ഈ വയസ്സിൽ പിന്നെ എന്താണ് കഴിക്കാൻ പോകുന്നത്? ഈ വശത്ത് എന്തെങ്കിലും ജോലിക്കായി വന്നതാണോ പ്രേംപാൽ? ഇവിടെ നോക്കാമേ, എനിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ലിറ്റിൽ ചുക്ക തീരെ എനിക്ക് ഇഷ്ടേ അല്ല. അതിലെ രുചി എന്ന് പറയുന്നതിൽ ഒന്നുമില്ല. ഇത് അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതാണ് മോനെ. ചിലർക്ക് എന്റെ കൈകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ലിറ്റി ചൊക്ക വളരെ ഇഷ്ടമായെന്ന് പറയുന്നു. അമ്മേ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയാൻ വേണ്ടി വന്നത് വെച്ചാൽ, നാളെ നിങ്ങളുടെ അടുത്ത് തന്നെ ഇന്നൊരു കട വരാൻ പോവുകയാണ്. നിങ്ങൾ എന്തു പറഞ്ഞു വരുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പ്രേംപാൽ. സിറ്റിയിലുള്ള എന്റെ അളിയൻ അജ്ജു നല്ല രുചിയുള്ള ലിറ്റിൽ ചൊക്കോന്റെ റെസിപ്പി പഠിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് അവൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഇരുന്നാണ് കടയിടാൻ പോകുന്നത്. നിങ്ങൾ അവനെ കണ്ടിട്ട് അവൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ വന്നിട്ട് ഈ കാര്യം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ നോക്കി എന്തിനാ മോനെ ശബ്ദമുണ്ടാക്കുന്നേ? അവർക്ക് വിധിക്കപ്പെട്ടത് എന്താണോ അത് തന്നെ കിട്ടും. എനിക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് നിർണയിച്ചിരിക്കുന്നോ അത് തന്നെ എനിക്ക് കിട്ടും. കുസുംലത പറഞ്ഞത് കേട്ടിട്ട് പ്രേംപാൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പ്രേംപാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കലേ എത്തിക്കാണു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ ഗ്രാമത്തലവൻ അദ്ദേഹത്തെ കാണാനായി വന്നു. ചേടാ, എന്താണ് കാര്യം മുതലാളി? അങ്ങനെ എന്താണ് മുഖ്യമായ കാര്യം വന്നത്? നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളും ആ കുസുംലത സംസാരിക്കുന്നത് ഞാൻ കുറെ നേരം കേട്ടോണ്ടിരുന്നായിരുന്നു. ശരി, നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് മുതലാളി? നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയായാലും നിന്റെ ഭാഗത്താണ് നിൽക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളുടെ മേലെ ആ വിശ്വാസമുണ്ട് മുതലാളി. കാര്യം അതല്ല പ്രേംപാൽ, ഒരു പക്ഷേ ഈ കുസുംലത വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ എനിക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും ഒരു ആവശ്യം കൊണ്ട് നിന്റെ ഈ അളിയന്റെ കട ഞാൻ അവിടെ ഇരുന്ന് മാറ്റണമെന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം കുസുംലത അവസാനമായിട്ട് 20 കൊല്ലമായിട്ട് അവിടെയാണ് കട നടത്തുന്നത്. നിനക്കെന്നെ അറിയാലോ. അങ്ങനെ വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, നിങ്ങൾ ആര് ഭാഗത്താണ് നിൽക്കുന്നത്? എന്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ആ കഴിവിന്റെ ഭാഗത്താണോ? ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്താണ് പ്രേംപാൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യം പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും പോലെ എന്നെ ഇപ്രാവശ്യം നോക്കിയാൽ എനിക്ക് സന്തോഷമായിട്ടുണ്ടാവും. അതിനാവാനുള്ള ചെലവ് നിങ്ങളല്ലേ നോക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ചോദിക്കാനുള്ള കാര്യമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നേക്കാം. ഈ പ്രാവശ്യം തലവനാവാനുള്ള ചെലവ് പകുതി ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? തലവൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം അജു കുസുംലതയുടെ കടയ്ക്ക് അരികിലായി തന്നെ ഒരു കടയിട്ടു. അജു തന്റെ കട വളരെ നന്നായി അലങ്കരിച്ചിരുന്നു. ഒരാൾ അജുവിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ആ ചേട്ടാ, ഈ കടയിൽ നിങ്ങൾ എന്ത് സാധനം വെച്ചിരിക്കുന്നത്? ഇത് സിറ്റിയിലുള്ള ലിറ്റിൽ ചൊക്കയാണ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും. ലിറ്റിൽ ചൊക്ക ഞങ്ങളുടെ ഗ്രാമത്തിലെ കുസുംലത ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതെനിക്ക് കുറച്ച് വ്യത്യാസമായിട്ട് അറിയുന്നുണ്ടല്ലോ. ഇത് സിറ്റിയിൽ പുതിയ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കിയ ലിറ്റിൽ ചൊക്കയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടുന്ന് കഴിച്ചാലേ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെയാണ് വരിക. എന്നാ വേഗം തന്നെ എനിക്ക് ഒരു പ്ലേറ്റിൽ ലിറ്റിൽ ചൊക്ക ഉണ്ടാക്കി തരൂ. അജു അദ്ദേഹത്തിന് ലിറ്റിൽ ചൊക്ക ചെയ്ത് കയ്യിൽ കൊടുത്തു.
അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. അദ്ദേഹം ലിറ്റി ചൊക്ക കഴിച്ചിട്ട് അവിടെ നിന്നും പുറപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് അജു അയാളോട് എന്തു പറഞ്ഞെന്നാൽ, ചേടാ ഒരു കാര്യം പറ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ. എന്റെ ലിറ്റിൽ ചൊക്കോന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്, നിമ്മതിയായിട്ടുണ്ട്. പിന്നെന്നാ ഗ്രാമത്തിൽ പോയിട്ട് എന്നെ പറ്റി പെരുമേറ്റി പറയൂ. പിന്നെ എല്ലാരടുത്തും എന്റെ കടയിലേക്ക് വന്നിട്ട് എന്റെ ലിറ്റിൽ ചൊക്കോ കഴിക്കാൻ പറയൂ. അതുമാത്രല്ലാതെ ആ കഴിവിനടുത്ത് ആരും പോകണ്ടെന്ന് പറഞ്ഞേക്ക്. അജു പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കുസുംലത അജുവിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇത് വളരെ തെറ്റാണ് മോനെ. നീ ലിറ്റി ചൊക്ക വളരെ നന്നായി ചെയ്യുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. അതേസമയം ഞാൻ ചെയ്യുന്ന ലിറ്റിൽ ചൊക്കയെ കുറ്റം പറയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. എനിക്ക് മുമ്പ് തന്നെ അറിയാം നിങ്ങൾ എന്റെ കൂടെ വന്നിട്ട് വഴക്കിടുമെന്ന്. പ്രേംപാൽ മാമ എന്റെ അടുത്ത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് വഴക്കിടുന്നതല്ല മോനെ. നീ ഗ്രാമത്തിൽ നിന്റെ ലിറ്റിൽ ചൊക്കയെ കുറിച്ച് മഹത്വമായി പറയാൻ പറയുന്നു, പിന്നെ എന്റെ വ്യാപാരത്തെ കുറിച്ച് കുറ്റം പറയുന്നു. ഞാൻ എപ്പോഴും നിങ്ങളെയും പിന്നെ നിങ്ങളുടെ ലിറ്റിൽ ചൊക്കോനെ പറ്റി ഇങ്ങനെയാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്തോളൂ. ആ ദിവസത്തിന് ശേഷം ആരെങ്കിലും അറിയാതെ പോലും കുസുംലതയുടെ കടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അജു തന്റെ കൈകൊണ്ട് ചെയ്ത ലിറ്റി ചൊക്ക ഫ്രീ ആയിട്ട് നൽകാൻ തുടങ്ങി. അദ്ദേഹത്തിന് അജുവിന്റെ കൈകൊണ്ട് ചെയ്ത ലിറ്റി ചൊക്ക വളരെ ഇഷ്ടപ്പെട്ടു. പതുക്കെ പതുക്കെ അജു കുസുംലതയുടെ കസ്റ്റമേഴ്സ് എല്ലാവരെയും തന്റെ വശത്തേക്ക് എടുത്തു. കുസുംലത വേറെ വഴിയില്ലാതെ ഗ്രാമത്തലവനെ കാണാൻ ചെന്നു. എന്ത് കാര്യമാണ് കുസുംലത? നിങ്ങൾക്ക് എന്താണ് ഇന്ന് ഗ്രാമത്തിന് തലവിനെ പറ്റി ഓർമ്മ വന്നത്? തലവൻ സാറേ, നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടാൽ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു. സാർ, ഇതൊരു ചെറിയ ഗ്രാമമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു തുമ്മൽ വന്നാൽ പോലും അത് മൊത്ത ഗ്രാമത്തിനും അറിയുന്നതാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആ പ്രേംപാളിന്റെ അളിയനെ പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് മരത്തിന്റെ താഴെ നിങ്ങളുടെ കട വെച്ചിട്ടുണ്ടോ ആ സ്ഥലം നിങ്ങളുടെ അല്ല, ഗ്രാമത്തിന്റെയാണ്. പിന്നെ ആ സ്ഥലത്തിൽ ആർക്ക് വേണമെങ്കിലും കട വെക്കാനുള്ള യോഗ്യത ഉണ്ട്. തലവൻ സാറേ, നിങ്ങൾ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അജു അവിടെ കടയിട്ടതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൻ എന്റെ കസ്റ്റമേഴ്സ് എല്ലാവരെയും ശല്യം ചെയ്യുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന ലിറ്റി ചൊക്കയെ കുറിച്ച് എല്ലാരോടും കുറ്റം പറയുന്നു. അത് തെറ്റാണ് തലവൻ സാർ. നിങ്ങൾ പറഞ്ഞത് ആര് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കുസുംലത. നിങ്ങൾ അവന്റെ ലിറ്റിൽ ചൊക്കനെ പറ്റി തെറ്റായിട്ട് പറയൂ. അവൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ലിറ്റിൽ ചൊക്ക കൊടുത്താൽ നിങ്ങളും കൊടുത്തേക്ക്. നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം എടുത്തിട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. നിങ്ങൾക്ക് ഇവിടുന്ന് പോയേക്കാം. കുസുംലത സങ്കടത്തോടെ അവിടെ നിന്നും പോയി. കുസുംലത ലിറ്റിൽ ചൊക്ക വളരെ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ആരും തന്നെ അവരുടെ ലിറ്റിൽ ചൊക്ക കഴിക്കാറേ ഇല്ല. ഒരു ദിവസം എന്തുണ്ടായെന്നാൽ, ഒരു 10 വയസ്സ് ചെറിയ കുട്ടി ഒരു അഴുക്കായ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അജുവിന്റെ കടയുടെ അടുത്തേക്ക് വന്നു നിന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. നിന്റെ ഈ മോശമായ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടാൽ എനിക്ക് തോന്നി വെച്ചാൽ നിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പോലും കാശുണ്ടാവില്ലെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുവോ? ഏയ്, നിനക്ക് ഭിക്ഷ എടുക്കണമെങ്കിൽ നീ പോയിട്ട് ഗ്രാമത്തിൽ ഭിക്ഷ എടുക്ക്. എന്റെ കടലിന് മുമ്പ് ഒന്നും ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടുന്ന് പോയേക്കണം. എന്റെ ബിസിനസിന് സമയമായി. ആ ചെറിയ കുട്ടി വളരെ സങ്കടത്തോടെ കുസുംലതയുടെ കടയുടെ മുൻപിൽ വന്നു നിന്നു. എന്തു പറ്റി മോനെ? എനിക്ക് വളരെ ഭയങ്കരമായി വിശക്കുന്നു. നിന്റെ പേരെന്താ മോളെ? എന്റെ പേര് രാധ. കുസുംലത ആ കുട്ടി രാധയ്ക്ക് ഒരു പ്ലേറ്റ് ലിറ്റിൽ ചൊക്ക നൽകി. രാധ കുറച്ചു സമയത്തിനകം അതെല്ലാം തന്നെ കഴിച്ചു. നിനക്ക് കുറച്ചുകൂടി വേണോ മോളെ? അതെ, ഇത് വളരെ നന്നായിട്ടുണ്ട്. കുസുംലത ചിരിച്ചുകൊണ്ട് ഇനിയൊരു പ്ലേറ്റ് കൂടി രാധയ്ക്ക് നൽകി. രാധ മറ്റൊരു പ്ലേറ്റ് ലിറ്റിൽ ചൊക്ക കഴിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ലിറ്റിൽ ചൊക്ക വളരെ നന്നായിട്ടുണ്ട്. അതെ, പക്ഷെ എന്റെ കൈകൊണ്ട് ചെയ്യുന്ന ഈ ലിറ്റിൽ ചൊക്കയെ ഗ്രാമത്തിലെ ജനങ്ങൾ ആരും തന്നെ കഴിക്കാറില്ല. അപ്പോ നിങ്ങൾ ലിറ്റിൽ ചൊക്കയിൽ മാഗി ചേർക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ മാഗി ലിറ്റിൽ ചൊക്കയെ ആർക്കും തടയാനാവില്ല. ആരൊക്കെ അത് കഴിക്കുന്നോ ആ രുചി അവരൊരിക്കലും മറക്കുകയില്ല. മനസ്സിലായോ? അയ്യോ പൊന്നുമോളെ, ഞാനൊന്നും പഠിക്കാത്തവളാണ്. എന്റെ കാലത്തിലുള്ളവർക്കൊക്കെ മാഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും? നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ നാളെ രാവിലെ 5 മണിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അത് ചെയ്യാനുള്ള വിധം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞിട്ട് രാധ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. കുസുംലത ആ കുട്ടി പറഞ്ഞത് വലുതായിട്ട് എടുത്തില്ല. അടുത്ത ദിവസം കുസുംലത രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റു.
കുസുംലത ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോഴാണ് അവരുടെ വീടിന്റെ കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. ഇത്ര അതിരാവിലെ ആരായിരിക്കും വന്നത്? ചെന്ന് ആരാണെന്ന് നോക്കാം. കുസുംലത കതക് തുറന്നതും അവരുടെ മുൻപിലായി രാധ നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ മെഷീൻ ഉണ്ടായിരുന്നു. അകത്ത് വാ മോളെ രാധ. ഞാൻ നീ വരാന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി മോളെ. എനിക്കത് അറിയാം, നിങ്ങൾ ഞാൻ പറഞ്ഞത് മറന്നു കാണുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ നിന്റെ കയ്യിൽ എന്താണ് മോളെ ഇത്? ഇതൊരു മെഷീനാണ്. ഈ മെഷീന്റെ അകത്ത് നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ മാവ് ഇതിനകത്ത് ഇടുകയാണെങ്കിൽ ഇതിനകത്തുനിന്നും ഒരുപാട് മാഗി വരുന്നതായിരിക്കും. പിന്നെ ആ മാഗി ലിറ്റിൽ ചോക്കയിൽ നിങ്ങൾ കലർത്തി വിൽക്കൂ. അതിനുശേഷം നോക്കിക്കോ, ഈ ഗ്രാമം മൊത്തം മാഗി ലിറ്റിൽ ചോക്കയുടെ രുചി കണ്ടിട്ട് മയങ്ങിപ്പോകും. കുസുംലത അതുപോലെ തന്നെ ചെയ്തു. തന്റെ കൈകൊണ്ടുണ്ടാക്കിയ മാവ് ആ മെഷീനകത്തേക്ക് ഇട്ടു. പിന്നെ ആ മെഷീനകത്തുനിന്നും റെഡിയായ ഒരുപാട് മാഗി വരാൻ തുടങ്ങി. രാധ കുസുംലതയോട് ലിറ്റിൽ ചോക്ക മാഗി എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് കുസുംലതയ്ക്ക് എല്ലാം മനസ്സിലായി. എന്നാൽ ഞാൻ പോകട്ടെ, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വരാം. അതുവരെ ഈ മെഷീൻ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അടുത്ത ദിവസം തന്നെ കുസുംലത മാഗി ലിറ്റിൽ ചോക്ക കടയിട്ടു. ഓ, ഇതെന്താണമ്മേ, നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ ലിറ്റിൽ ചക്കയില് മാഗി ഇട്ടിരിക്കുന്നത്? ഇത് വിഷമായി പോവല്ലോ. ഇത് ആർക്ക് കഴിക്കാൻ പറ്റും? അപ്പോഴാണ് അതുവഴി ഒരാൾ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഉടൻ തന്നെ കുസുമലതയുടെ അടുത്തേക്ക് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ചേടാ, നല്ല മണമാണല്ലോ വരുന്നത്. ഇത് എന്തിന്റെ മണമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എന്റെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്കയുടെ മണമാണ്. എന്റെ പൊന്നോ, ഞാൻ ഇതുവരെ കേട്ടത് വരെ ചോക്കയും പിന്നെ മാഗിയും രണ്ടും വ്യത്യാസമായ സാധനങ്ങളാണ്. ഇത് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത പോലെ ഞാൻ കഴിച്ചിട്ടേ ഇല്ലല്ലോ. വേഗം എനിക്ക് തന്നെ ഒരു പ്ലേറ്റ് തന്നേക്ക്. കുസുംലത ഒരു പ്ലേറ്റിൽ മാഗി ലിറ്റിൽ ചോക്ക ഇട്ട് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം കുറച്ചു സമയത്തിനകം തന്നെ എല്ലാം കഴിച്ചു. എന്റെ പൊന്നോ, വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ ഇത് ഇത്രത്തോളം രുചിയുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു പോലും നോക്കിയില്ലാന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ അജു വളരെ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കകം ഗ്രാമം മൊത്തം കുസുംലതയുടെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്ക പ്രാബല്യമാകാൻ തുടങ്ങി. ഇപ്പോൾ അടുത്ത ഗ്രാമത്തിലെ ജനങ്ങൾ പോലും കുസുംലതയുടെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്ക കഴിക്കാനായി എത്താൻ തുടങ്ങി. ഇക്കാര്യം അജുവിന് വളരെ കഷ്ടമായി മാറി തുടങ്ങി. ഇപ്പോൾ അജുവിന്റെ അവസ്ഥ എങ്ങനെയായെന്നാൽ അദ്ദേഹത്തിന്റെ കടയിന്റെ മുൻപിൽ ഒരു പട്ടി പോലും നിൽക്കാറില്ല. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ പ്രേംപാലിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇത് എന്താ മച്ചാനെ, ദിവസം എനിക്ക് പ്രശ്നം മേലെ പ്രശ്നമാണല്ലോ വരുന്നത്. നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? നീ ഒന്നും വിഷമിക്കണ്ട. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ തലവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കാം. അവർക്ക് കൊടുക്കാനുള്ള പങ്കൊക്കെ ഇനി എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നും ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അദ്ദേഹത്തിന് ഇത്രയും പങ്ക് തരികയാണെങ്കിൽ അതിന് പകരം അവരും നമ്മൾക്ക് സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണ്ടേ? പ്രേംപാൽ വൈകുന്നേരം ആയപ്പോൾ തലവനെ ചെന്ന് കണ്ടു. എന്റെ കണ്ണിന് മുമ്പിൽ പകരം ഒരു കാര്യം മറക്കാൻ പറ്റില്ല പ്രേംപാൽ. കുസുംലത ഉണ്ടാക്കുന്ന മാഗി ലിറ്റിൽ ചൗക്ക ഇപ്പൊ ദൂരെയുള്ള ഗ്രാമങ്ങൾ വരെ എല്ലായിടത്തിലും ഫേമസ് ആയിട്ടുണ്ട്. അവളുടെ ഈ വളർച്ച കാണുമ്പോൾ എനിക്കും വല്ലാതെ അസൂയയുണ്ട്. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്തു നോക്കാം. അടുത്ത ദിവസം തലവൻ കുസുംലതയുടെ കടയുടെ അടുത്ത് വന്ന് എന്തു പറഞ്ഞെന്നാൽ, കുസുംലത ചേച്ചി, നിങ്ങൾ വേഗം നിങ്ങളുടെ കട എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും മാറ്റിയേക്കണം. പക്ഷെ എന്തിനാ അങ്ങനെ ചെയ്യാൻ പറയുന്നേ? കാരണം ഈ സ്ഥലം പ്രേംപാലും വാങ്ങിയിട്ടുണ്ട്. കാരണം ഈ സ്ഥലം അവരുടെ സ്വന്തമാണ്. കുസുംലത ചിരിച്ചുകൊണ്ട് തലവനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇനി ഞാൻ ഇവിടെ കട നടത്തേണ്ട ആവശ്യമില്ല തലവൻ സാറേ. കാരണം ഞാൻ ഗ്രാമത്ത് ഒരു കട സ്വന്തമായി വാങ്ങിച്ചിരിക്കുന്നു. ഇതിനുശേഷം ഞാൻ എന്റെ കടയിൽ മാഗി ലിറ്റിൽ ചോക്ക ചെയ്ത് വ്യാപാരം ചെയ്യും. കുറച്ചു ദിവസത്തിനകം തന്നെ കുസുംലത ആ ഗ്രാമത്തിൽ നല്ലൊരു കട തുറന്നു. പിന്നെ അവർക്കെന്ന് സ്വന്തമായ ഒരു നല്ല വീടും കെട്ടി. ഒരു ദിവസം രാത്രി കുസുംലത രാധയെ കുറിച്ച് ആലോചിക്കായിരുന്നു. അപ്പോഴാണ് അവരുടെ വീടിന്റെ കതക് ആരോ തട്ടിയത്. അവർ തന്റെ വീടിന്റെ കതക് തുറന്നു നോക്കിയപ്പോൾ രാധ നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഒപ്പം ഒരു നല്ല മനുഷ്യനോടൊപ്പം നിൽക്കുകയായിരുന്നു. ഞാൻ ഇതുവഴി പോവുകയായിരുന്നു, അതുകൊണ്ടാ നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് വന്നത്. നീ തന്ന മെഷീൻ എന്റെ കയ്യിലാണുള്ളത് മോളെ. ആ മെഷീൻ നീ എടുത്തുകൊണ്ട് പോകാനാണോ മോളെ വന്നത്? പറയണമെങ്കിൽ അതൊരു മാന്ത്രിക മാഗി ലിറ്റിൽ ചോക്ക ചെയ്യുന്ന മെഷീനാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല.
പക്ഷെ നിങ്ങൾ ഇങ്ങനെയും പറയാം, ഞങ്ങളെല്ലാം മാന്ത്രിക ലോകത്തിലുള്ളവരാണ്. പിന്നെ ഇദ്ദേഹമാണ് എന്റെ അച്ഛൻ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപമാനപ്പെടുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് സഹിക്കാൻ സാധിച്ചില്ല. ഞാൻ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഈ മെഷീൻ നിങ്ങൾക്ക് നൽകാനായി വന്നത്. ഈ മെഷീൻ ഇനി നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങളെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങനെ പറഞ്ഞിട്ട് രാധയും അവളുടെ അച്ഛനും അവിടെ നിന്നും മാഞ്ഞുപോയി. കുസുംലത ചിരിച്ചുകൊണ്ട് ആ വീടിന്റെ കതക് മൂടി. കുസുംലത ഇന്നും ആ മാന്ത്രിക മെഷീനിൽ നിന്ന് മാന്ത്രിക ലിറ്റിൽ ചോക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്.